ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി. ഇതിന്റെ പേര് പയ്യോളി ചിക്കൻ ഫ്രൈ എന്നാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹമീൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഞാനിതാ ഇത് തയ്യാറാക്കാനായിട്ട് അല്പം മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു 5-6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8ഓളം വറ്റൽമുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇപ്പൊ കണ്ടോ, ഞാൻ ഇതിനെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ 2 ഭാഗമാക്കി മാറ്റുക. എന്നിട്ട് ഇതിൽ നിന്നും പകുതി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ പകുതി ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര്, ഇവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാല അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മസാല നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് എത്രത്തോളം ടൈം റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക. ഞാനിപ്പോൾ ഇതിന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നാലേ ചിക്കൻ്റെ അകവും പുറവും ഒക്കെ ഒരുപോലെ കുക്കായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് ക്രിസ്പി ആയിട്ട് വരും. അകം ഭാഗമാണെങ്കിൽ കുക്കായിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ ഞാനിതാ ചിക്കനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മാറ്റി വെക്കുക. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പതാ തേങ്ങയിലേക്ക് മസാലക്കൂട്ടും ഉപ്പും ഒക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കോരി മാറ്റുക. അതിനുശേഷം നമ്മളിപ്പോൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇല്ലേ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റുക. തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസമായിരിക്കും. കയ്പ്പ് രസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾ ചിക്കനിലേക്ക് മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ചിക്കനും കയ്പ്പ് രസമായിട്ട് മാറും. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത തേങ്ങയും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കിഡിലൻ റെസിപ്പിയുമായിട്ട് കാണാം.